ആന്റണി രാജു അയോഗ്യനായതോടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സീറ്റ് അത് CPM ഏറ്റെടുക്കാനാണ് സാധ്യത. വിജയസാധ്യത മുന്നിൽ കണ്ടാണ് ഈ തീരുമാനം. പൊതുസ്വതന്ത്രരെ CPM ടിക്കറ്റിൽ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ചും പാർട്ടിയിൽ ആലോചനയുണ്ട്. AK സ്റ്റെഫിനാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ആ സീറ്റ്, അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. എങ്ങനെയായിരിക്കും സീറ്റ്? CPM-നായിരിക്കുമോ? പൂജ, ഏതായാലും ഈ സീറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രാഥമിക ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം ജനാധിപത്യ കേരള കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രമേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയിരുന്നുള്ളൂ. അതിൽ ആന്റണി രാജുവാണ് മത്സരിച്ചത്. ഇക്കുറി ഏതായാലും അയോഗ്യനായതോടുകൂടി ആന്റണി രാജുവിന് മത്സരരംഗത്തേക്ക് വരുമെന്നുള്ള അത് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ CPM ആ സീറ്റ് ഏറ്റെടുക്കാനാണ് സാധ്യത. അതിന് പ്രധാനമായ കാരണം വിജയ സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ് നമുക്കറിയാം CPM അതോടൊപ്പം തന്നെ LDF-ഉം ഉണ്ടാക്കിയിരുന്ന ഒരു പൊതു പ്രതീതി ഉണ്ടായിരുന്നു. അത് മൂന്നാം ഭരണം ലക്ഷ്യമിട്ടുള്ള പോക്കായിരുന്നു. പക്ഷേ അയ്യപ്പ സംഗമം, അതോടൊപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി, ഇതെല്ലാം വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി മുന്നണിക്കും CPM-നും ഒക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് കരകയറി വരുന്നതേ ഉള്ളൂ. പാർട്ടി തിരുത്തൽ നടപടികളുടെ ഭാഗമായി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിജയസാധ്യത മുന്നിൽ കണ്ട് മാത്രം സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ മതിയെന്നൊരു തീരുമാനത്തിലേക്കാണ് LDF-ഉം അതോടൊപ്പം തന്നെ CPM-ഉം എത്തി നിൽക്കുന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഭാഗമായി ആന്റണി രാജു അല്ലാതെ മറ്റൊരാൾ മത്സരിച്ചാൽ ആ സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ളത് തന്നെയാണ് CPM വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ CPM പലതവണ ഇവിടെ വിജയിച്ച സീറ്റാണ്. ആരുടെയും കുത്തക എന്ന് അവകാശപ്പെടാൻ കഴിയാത്തൊരു സീറ്റാണ്. അതുകൊണ്ട് തന്നെ മത്സരരംഗത്തേക്ക് CPM എത്തിക്കഴിഞ്ഞാൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുമുണ്ട്. ഒപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ജില്ലാ പഞ്ചായത്തിലടക്കം വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ, സംസ്ഥാനത്തൊട്ടാകെ തിരിച്ചടി നേരിട്ടപ്പോൾ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ ഒരു മികച്ച മുന്നേറ്റം LDF-ന് പ്രത്യേകിച്ചും CPM-ന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ കോർപ്പറേഷൻ വാർഡുകളിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലെല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് CPM തന്നെ അവിടെ മത്സരിക്കാമെന്നൊരു കണക്കൂട്ടലിലേക്ക് എത്തുന്നത്. എന്നാലും ഇത് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പൊതുസ്വതന്ത്രരെയും സാംസ്കാരിക നായകരെയും മുൻ റിട്ടയേർഡ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഈ പട്ടികയിലുണ്ട്. ആരുടെ പേരിലേക്ക് അന്തിമമായി എത്തും എന്നുള്ളതാണ് ഏറെ എടുത്തു കാണേണ്ടത്. അതിലൊരു ഘടകം മാത്രമേ ഉള്ളൂ, വിജയസാധ്യത എന്നുള്ളത്. കാരണം UDF-ൽ നിന്ന് പിടിച്ചെടുത്ത സീറ്റാണ്. അത് നഷ്ടപ്പെടുത്തി കളയാൻ ഏതായാലും മുന്നണിയും പാർട്ടിയും ഒരുക്കമല്ല. ഒപ്പം തന്നെ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാമുദായിക വിഷയങ്ങൾ അലയടിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ലത്തീൻ വോട്ടുകൾക്ക്, അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലെ മുസ്ലിം വോട്ടുകൾക്കെല്ലാം തന്നെ വലിയ നിർണായകമായ സ്വാധീനമുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ അതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടായിരിക്കും ഒരു അന്തിമ പേരിലേക്ക് മുന്നണി എത്തുക. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.